ഇയാളെ മനസ്സിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇയാളെ തോന്നിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഫ്ലോ തടസ്സം, ഗ്രേസ് കൃപ തടസ്സം ഓടാൻ കാരണം വൈഫിൻ്റെ സ്നേഹരാഹിത്യമാണ്. വൈഫിനോട് അയാളെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്നാൽ വൈഫിനോട് പറയണ്ടേ? വൈഫിനോട് പറഞ്ഞില്ല. കാര്യം ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം, ഒരു ഓപ്പൺനെസ് വേണം. നമ്മൾ ദൈവം പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതാണ് വിഷയം. ദൈവം പറഞ്ഞാൽ വൈഫ് കേൾക്കത്തില്ല, അതൊക്കെ തോന്നിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിക്കളയും. പക്ഷെ അയാളെ കേട്ടു. പറഞ്ഞു, നീ നമ്മെ രക്ഷപ്പെടണമെന്നാണ്, നീ അയാളെ വിളിക്കണം. അയാളെ വിളിച്ച് അയാൾ ആക്ഷേപിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വിളിക്കണേ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോധമൊക്കെ വെച്ചപ്പോൾ വിളിച്ചു. പക്ഷേ ആങ്ങളെ എടുത്തില്ല, വൈഫാണ് എടുത്തത്. ആങ്ങളുടെ വൈഫ് എടുത്ത് ഫോൺ എടുത്ത് പറഞ്ഞ്, അപ്പോൾ ഇവൾ പറഞ്ഞ് ആങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത കാരണം ആങ്ങളുടെ വൈഫ് പറഞ്ഞു അയാൾ ബിസിയാണെന്ന് പറഞ്ഞു. കൊടുത്തില്ല. പക്ഷെ ഇത് അതുടനെ ഈ വൈഫ് ഇയാളോട് പറഞ്ഞു അവർ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വൈഫിനോട് പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെൻറ്റ് ഓവറായി, ഇനിയിപ്പോൾ അയാൾ എടുത്താലും കൊള്ളാം എടുത്തില്ലെങ്കിലും കൊള്ളാം, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു, അവർ ഇല്ലാത്ത എടുക്കാത്ത കാര്യം അവരുടെ കാര്യമാണ്. അതാണ് നിലപാട്, അതാണ് ഉപദേശം, അതാണ് കാറ്റക്കിസം എന്ന് പറയണത്. ആ വിഷയത്തിൽ എന്തൊരു പ്രബുദ്ധനായ ഒരു മനുഷ്യനാണെന്നൊക്കെ. അപ്പോൾ അത് സെക്കൻഡ് പറഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് ജോലിയായി. 8 മാസം പെൻഡിങ്ങിൽ കിടന്ന സാധനമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കണം എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവാവുന്ന പ്രശ്നങ്ങളുടെ എവിടെയാണ് അതിൻ്റെ കുഴപ്പങ്ങളെന്ന് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഓരോ കേസ് സ്റ്റഡി പറയണത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ സങ്കടപ്പെടുത്താനല്ല. ഇതൊന്ന് വെച്ച് നോക്കൂ. ഇപ്പോൾ കണ്ണട മാറ്റി വെക്കത്തില്ലേ ആൾക്കാർ? അപ്പോൾ കണ്ണട കടയിൽ ചെല്ലുമ്പോൾ എന്നെ ഈ ജോമോളും മനോജും കൂടി പറ്റിച്ചിരിക്കണതാണ്. എൻ്റെ കണ്ണട ഒരു സ്വർണ്ണ കണ്ണടയാണ്, സ്വർണ്ണമല്ല മറ്റേ. ഇപ്പം മൂക്ക് കറക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു മൂക്ക് കറക്കണമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പോയി കണ്ടുപിടിച്ചതാണ് കറുത്ത കണ്ണട. ഇപ്പം ഞാൻ മുമ്പത്തേക്കാൾ വയസ്സനായല്ല എന്ന് ഓർത്ത്. ഇവർ പറഞ്ഞു മുമ്പത്തേക്കാൾ ചെറുപ്പമായത്, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കണ്ണടക്കട ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിന് അവർ ഓരോരോ ലെൻസ് തരും. അപ്പം നമുക്ക് എല്ലാ ലെൻസും നമ്മൾ എടുക്കത്തില്ല, നമുക്ക് പറ്റണ ലെൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ ലെൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയം ഇതാണെങ്കിൽ മക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ പറ്റി കളിയാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ മക്കൾ ഇത് പോയി സെറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ കേസ് സ്റ്റഡിയാണ്, നമ്മുടെ ഓരോ സാക്ഷ്യവും കേസ് സ്റ്റഡിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? അതായത് വചനമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു സംഭവമല്ലേ. വചനത്തോട് വലിയ ഒരു പ്രണയബന്ധം ഉണ്ടാകണം വചനത്തോട്. അപ്പം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കൂടെയുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊക്കെ ഉപദേശിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ചില സമയത്തെങ്കിലും നെടുമ്പാശ്ശേരി നമ്മൾ കാര്യം പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഒത്തിരി പേര് വന്ന് കൊണ്ടുവന്നാക്കാനും വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനും ഒത്തിരി പേര്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് ആരും കൊണ്ടുവന്നാക്കാൻ ഉണ്ടാകാത്തൊരു സമയമുണ്ട്. ആരും കൊണ്ടുപോകാനും ഒരു സമയമില്ല. ഒറ്റക്ക് വരണം, ഒറ്റക്ക് പോകണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് അത് ആയിക്കൂടാ? എന്തെങ്കിലും നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വീട്ടിൽ പോയി ആൾക്കാരെ തല്ലിക്കൊള്ളണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ദൈവം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? അത് കറക്റ്റാണ്. എന്താ ഗുണമെന്നറിയാവോ? അടി കിട്ടിയതിന് ശേഷം അയ്യോ എൻ്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഴയ കാലങ്ങളിൽ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂപ്പി കാള കാറിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് എന്താ, ഇന്ന് തന്നെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ്? മത്തായി 24:25 വായിച്ചോളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതാണ് മുൻകൂട്ടി ഓരോ കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? ആ സമയമാകുമ്പോൾ നമ്മൾ പിടച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഈശോ പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ 2 സ്ഥലത്തിന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടാണ് വചനം പറയുന്നത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വചനം ജീവിതം തന്നെയാണേ. നമ്മുടെ ഇൻസിഡൻ്റ് ആൻഡ് ഈവൻ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സംഭവം. ഒരു സംഭവം നടക്കുന്നത് എവിടെയാണ്? ടൈം ആൻഡ് സ്പേസിലാണ് നടക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ധ്യാനം കൂടുന്നു, എവിടെ കൂടുന്നു? എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനത്തിൽ. ടൈം എന്താണ്? നവംബർ 2-ാം തീയതി.
പരിതാത്മാക്കളുടെ ദിവസം. അതാണ് ടൈം. അപ്പോൾ എല്ലാ സംഭവത്തിനും സ്പേസും ടൈമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും സ്പേസും ടൈമുണ്ട്. ദൈവം എന്ത് ചെയ്യും? ടൈമും ഗ്യാരണ്ടി ചെയ്യും, സ്പേസും ഗ്യാരണ്ടി ചെയ്യും. എന്തുകൊണ്ട്? തൻ്റെ സാന്നിധ്യം കൊണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ സ്പേസാണ് ഗ്യാരണ്ടി ചെയ്യണത്. ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ. വേർ ടൈം, സ്പേസാണത് അല്ലേ? നീ പോകുന്ന ഇടത്ത് എല്ലാം, ഇടം സ്ഥലം. ഈ ജോഷുവ 1:9 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. പുറപ്പാട് 33:14 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. എന്താണ് വചനം? നീ പോകുന്നിടത്തെല്ലാം, അപ്പോൾ സ്ഥലമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പുതിയ നിയമം, അത് പഴയ നിയമം. പുതിയ നിയമം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. കാലം അവിടെ കാലമാണ്. ഓരോരുത്തർ സ്ഥലവും ഓരോരുത്തർ കാലവുമാണ്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അപ്പനുണ്ടാകത്തില്ല ഒരു കാലത്ത്, അമ്മയുണ്ടാകത്തില്ല, ഭർത്താവ് ഉണ്ടാകത്തില്ല, ഭാര്യ ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവം ഉണ്ടാവും. കൈയടിക്കട്ടെ. ഒന്ന് ഉടമ്പടി വിശ്വസിക്കണം. ഉടമ്പടി അതിൽ തന്നെ ഒരു പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് ചെയ്ത ഉടമ്പടി എന്നെ സംരക്ഷിക്കും. രണ്ടാമത്തത്, നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിക്കണം. ഇപ്പോൾ ഗോകുകൃഷ്ണയുടെ സംഭവം എന്താ? അച്ഛൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്ത് ജീവിതത്തിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവൾ വീട്ടിൽ വരുമ്പോൾ, ഒത്തിരി ആവേശത്തോടെ വീട്ടിൽ വരുമ്പോൾ അപ്പൻ വെള്ളമടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്, അമ്മ ക്ഷീണമായിട്ട് കിടക്കുകയാണ്. കെയർ ചെയ്യാൻ നോബഡി. അപ്പോൾ അത് ആ പ്രായത്തിൽ ആ അവസ്ഥ കണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കുകയും നിരാശ വരികയും സങ്കടമാകുകയും ചെയ്യും. പക്ഷേ എന്താ വിഷയം? ഇവിടെ ഉടമ്പടിയിലായതുകൊണ്ടും ആന്തരിക അഭിഷേകം പ്രാപിച്ചവരാണ് ഇവർ. കാര്യം ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ കാരണം, ആന്തരിക അഭിഷേകം പ്രാപിക്കണം. ഇപ്പോൾ ഇവൾ തന്നെയാണെങ്കിലും ഈ പ്രായത്തിൽ ആ കൊല്ലത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കും. നോൺ ക്രിസ്ത്യൻസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? ക്രിസ്തു എൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരണത്. ഇതാണ് സംഭവം. ഇത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് തരണത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥയല്ല, അത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ നോക്കണം. അപ്പോൾ ക്രിസ്തു അവരിൽ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഇവൾ അമ്മയോട് ചോദിക്കുകയെ, അവളുടെ അമ്മയല്ല, എപ്പോഴും അവളുടെ അമ്മ, പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഗോകുൽകൃഷ്ണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതെന്ന് ചോദിക്കും. എങ്ങനെയാണ് അമ്മ? സ്വന്തം മകനല്ലേ, സ്വന്തം മകൻ ഇങ്ങനെ നഗ്നനായി ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ട് അതിന് ചുവട്ടിൽ അമ്മ എങ്ങനെ നിന്നു എന്നെപ്പോഴും ഇവിടെ അമ്മയോട് ചോദിക്കും. പിന്നീട് ഒരു ദിവസം ഇവർക്ക് തന്നെ നമുക്ക് ദൈവം എന്നറിയാമോ? ദൈവം നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് പറയത്തില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ സാറ് പറയും, അതിൻ്റെ ഉത്തരവും പറയും. അങ്ങനെ ദൈവം ചെയ്യത്തില്ല. ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചാൽ ആ കറസ്പോണ്ടിങ് അനുഭവത്തിലൂടെ ദൈവം നമ്മളോട് കൊണ്ടുപോകും. അപ്പോൾ ഈ വീട്ടിൽ അമ്മ കിടപ്പാകുകയും അപ്പനിങ്ങനെ ഡ്രങ്കാർഡായിട്ട് നിൽക്കുകയും ഇവൾ ഓഫായി മാറുകയും ഇവൾ 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് വന്നിട്ട് ഇവളുടെ കാര്യം തിരക്കാൻ ആർക്കും പറ്റാതിരിക്കുകയും ഇവളിങ്ങനെ ലെഫ്റ്റ് ആയിപ്പോകണം ചെയ്യുന്ന സമയത്ത് ഇവളെങ്ങനെ നയിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ് പിടിച്ചു നിൽക്കണത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ പിടിച്ചു നിന്നത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയായിരിക്കും അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ പിടിച്ചു നിന്നത്. കണ്ട, അവർ തന്നെ ചോദ്യം ഉണ്ടാക്കി. ആ ചോദ്യം ഉന്നയിച്ച കർത്താവ് തന്നെ അവരെ ആ സെയിം സിറ്റുവേഷനോട് യോജിക്കുന്ന വിഷയത്തെ കൊണ്ടുപോയിക്കൊണ്ട് ദൈവം അവരെല്ലാവരും ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 6:45 യോഹന്നാൻ്റെ സുവിശേഷം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാധനം വേസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല, കാഷ്വലായിട്ട് സംഭവിക്കുന്നതല്ല, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതല്ല. എല്ലാം വളരെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്.
നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ക്രിസ്തുവിനെ കക്ഷിയാക്കി കഴിയുമ്പോൾ അതെന്ത് സംഭവിച്ചു, എന്തിനു സംഭവിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓരോ പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എനിക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളുടെ അന്തസത്തകള് മനസ്സിലാക്കാൻ ആത്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പേര് ചിച്ചി ഡൊമിനിക്ക്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ടെക്സാസിലുള്ള ഹൂസ്റ്റണിലാണ്. ഞാൻ 2016 മുതൽ കാനഡയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ നേഴ്സായിട്ട് RN-ആയിട്ടായിരുന്നില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുതൽ 2017 ഞാൻ RN എക്സാം പാസ്സായി. ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2019 അതിനകത്ത് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല. അങ്ങനെ 2019 ജൂൺ 15 ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയെല്ലാം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ബൈബിൾ വായന എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യുമെങ്കിലും അതിൻ്റേതായ ആ പരിപൂർണമായിട്ടുള്ള ആ ഡെഡിക്കേഷൻ അതെനിക്കുണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. അന്ന് മുതൽ എൻ്റെ പേപ്പർ വർക്കിന് പെട്ടെന്ന് സ്പീഡപ്പാക്കി. പെട്ടെന്ന് കൊറോണ വന്നാലും ആ കൊറോണയുടെ ഇടയിലും എൻ്റെ പേപ്പർ വർക്ക് ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ യോഗ്യത കൊണ്ടല്ലെന്ന് എനിക്കിപ്പോഴും അറിയാം. അന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന ആരെയും ഇന്ന് വരെ അമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പരിപൂർണ യോഗ്യയല്ലെങ്കിലും എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയായിട്ട് 2020 ഡിസംബർ മാസത്തിൽ ഞാൻ കാലിഫോർണിയയിലേക്ക്, അമേരിക്കയിലുള്ള കാലിഫോർണിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഞാൻ അവിടെ പോയത് ഒരു ഏജൻസിയുടെ അണ്ടർ കോൺട്രാക്റ്റിലായിരുന്നു. ആ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ കോൺട്രാക്റ്റാണ്. അത് അവരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യണമായിരുന്നു. ആ 3 വർഷത്തിൻ്റെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ, പക്ഷേ എനിക്ക് പറ്റിയത് എന്തെന്ന് വെച്ചാൽ അവരെനിക്ക് ഹാഫ് സാലറിയാണ് തന്നിരുന്നത്, കോൺട്രാക്റ്റ് ആയിരുന്നതുകൊണ്ട്. ആ ഹാഫ് സാലറിയിൽ കാലിഫോർണിയയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് സിറ്റി ആയിരുന്നു. അപ്പോൾ അവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും പഠിച്ച ജോലി കാത്ത് ടെക്കിനായിരുന്നു. ആ പഠിച്ച ജോലി ആയിരുന്നില്ല അവിടെ ചെയ്തത്, ഫുഡ് സർവീസിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ലാതെ വന്നു. അപ്പം ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ ഞാൻ സമീപിച്ചു. അവരോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാലറി കൂട്ടിത്തരാം. പക്ഷേ സാലറി കൂട്ടി തന്നിട്ടും എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാനോ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താം, അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ നിൽക്കുവാണെങ്കിൽ അവരുടെ ഹൈസ്കൂളും പിന്നെ ഉള്ള പഠനങ്ങൾ അവിടെ തന്നെ ഞങ്ങൾക്ക് നടത്തേണ്ടി വരും. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഹൂസ്റ്റണിലേക്ക് പോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. പക്ഷേ ഞാൻ അന്നേരം എൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ പോയി കണ്ടപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു, നിന്നെ അങ്ങനെ റിലീസ് തരാൻ പറ്റത്തില്ല. അഥവാ കോൺട്രാക്റ്റ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിന്നെ കൊണ്ടുവന്നതിൽ $20,000 ഞങ്ങൾക്ക് ചിലവുണ്ട്. ആ പൈസ മുഴുവൻ ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ റിലീസിങ് ഓർഡർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ യെസ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ DON ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് ഒരു മലയാളിയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചിറ്റി എന്തിനാ വെറുതെ ഗാർബേജിലിടുന്നത് പോലെ ആ പൈസ കളയുന്നത്, ഹാഫാക്കി പകുതിയാക്കി തരാൻ ബാർഗെയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, റീജിയനിലേക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അതേ സെയിം ടൈമിൽ ഞങ്ങൾ അവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ലീസിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ലീസിൽ 13 മാസമാണ്. അപ്പം ഞങ്ങൾ 6 മാസമേ ആയുള്ളായിരുന്നു അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ലീസുകാരോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ അതർ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലീസിൽ നിങ്ങൾ 7 മാസം കൂടെ എക്സ്ട്രാ നിങ്ങളുടെ ഇപ്പോൾ കൊടുക്കുന്ന നിങ്ങളുടെ പേയ്മെൻറ്റ്, അത് വാടക കൊടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അതിന് ഏകദേശം ഒരു $15,000 വേണ്ടി വരും. ഇപ്പോൾ രണ്ടും കൂടെ ഒരു 35,000 ഇവിടുത്തെ ഒരു 30 lakhs 28 lakhsോളം പൈസ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആ സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്റ്റേറ്റിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇരുന്നപ്പോഴാണ്, എനിക്കറിയില്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യം. എൻ്റെ ചേച്ചി അമേരിക്കയിലുണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തു.
അങ്ങനെ മെയ് 20-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ എന്നിട്ട് ഓരോ ദിവസവും എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അടുത്ത് എന്ന് പറയും ഞാൻ എത്ര രൂപ പേ ചെയ്യണം നിങ്ങളൊന്ന് പറയാൻ. അവർ പറയും റീജിയനിൽ നിന്ന് റിപ്ലൈ വന്നില്ല എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് വിട്ടു, ഞാൻ ജൂൺ 20-ന് ഇവിടെ നിന്ന് പോകും, അതെൻ്റെ ഫൈനൽ ലാസ്റ്റ് ഡേറ്റ് ആണെന്ന്. അങ്ങനെ ജൂൺ 18-ാം തീയതി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ കോളിന് വേണ്ടി. 18-ാം തീയതി എനിക്കൊരു കോൾ വന്നു. ഞാൻ ഓർത്ത് എനിക്ക് പേയ്മെൻറ്റിന് വേണ്ടിയായിരിക്കും വിളിക്കുന്നതെന്ന്. ഞാൻ ഓടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരുമില്ല. അപ്പം ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു ചെക്ക് എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ ബാക്കി സാലറിയും PTO അങ്ങനെയുള്ള ഇൻഡെംനിറ്റി എല്ലാം നിൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇത് റീജിയനിൽ നിന്നുള്ള ചെക്കാണ്, അവിടെ നിന്ന് ഇനി ഒന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്ത് നിനക്കിനി ഇവിടെ നിന്നൊന്നും തരാനില്ല. ഇത് $1350 അത് നിനക്ക് ഞങ്ങൾ തിരിച്ചു തരികയാണ്. ഇനി നീയും ഞങ്ങളുമായിട്ട് യാതൊരു കരാറും ഇല്ലെന്ന്. ഞാൻ വണ്ടറടിച്ചു പോയി. ശരിക്കും അമ്മ മാതാവ് അവിടെ എന്താ ചെയ്തത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ ചെക്കുമായിട്ട് വെളിയിലിറങ്ങി. അപ്പം എൻ്റെ ഡയറക്ടർ ഓഫ് നേഴ്സ് മാം വന്ന് എന്നോട് പറഞ്ഞു എന്താ ജിറ്റി ഇവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ എന്താ പേ ചെയ്യേണ്ടതെന്ന് അവരിതുവരെ എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മാം പറഞ്ഞു അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിന്നോട് പൈസ മേടിക്കുക എന്നുള്ളത്, നീ ഒന്നും വേണ്ട, നീയും അവരുമായിട്ടുള്ള എല്ലാം തീർന്നു, ഇനി നീ പൊയ്ക്കൊള്ളുകാൻ പറഞ്ഞു. അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും അമ്മ അവിടെ എന്ത് പ്രവർത്തിച്ചെന്നോ എന്ത് പറഞ്ഞെന്നോ എനിക്കറിയില്ല. ശക്തമായ അമ്മയുടെ ആ സാന്നിധ്യമാണ് ഞാൻ അവിടെ അനുഭവിച്ചത്. അതേ സെയിം ടൈമിൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ കിട്ടി. നീ ഫസ്റ്റ് ഞങ്ങൾ ചേർന്നപ്പോൾ അവിടെ കൊറോണ ടൈം ആയിരുന്നുകൊണ്ട് ഫസ്റ്റ് മന്തിൽ ഞങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ലായിരുന്നു, വാടക റെൻറ്റ് അടയ്ക്കണ്ടായിരുന്നു. ആ പൈസ മാത്രം നിങ്ങൾ റെൻറ്റ് അടച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് റിലീസ് കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. മാതാവ് അവിടെ എന്താണ് അവിടെ മാതാവും ഈശോയും കൂടെ ചെന്ന് അവരോട് സംസാരിച്ചതെന്നും എനിക്കറിയില്ല. കാരണം അമേരിക്കൻ റൂളാണ് ലീസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീസിൻ്റെ കംപ്ലീറ്റ് പൈസ നമ്മൾ കെട്ടണമെന്നുള്ളത്. അതാണ് മാതാവ് അവിടെ ബ്രേക്ക് ചെയ്തതെന്ന്. അതുപോലെ തന്നെ ഇന്നും കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തിരികെ പോകുന്ന എല്ലാവരും ഇത്രയും ഇപ്പം റീസെൻ്റ്ലി ഒരു കൊച്ചു വന്ന് അത് പറഞ്ഞത് $30,000 അവർ കെട്ടിയെന്നാണ് അവിടെ കൊടുത്തതെന്നാണ്. എന്നിട്ടാണ് അവർക്ക് റിലീസിങ് ഓർഡർ കൊട്ടുന്നത്. ഇത്രയും അപ്പോൾ എനിക്കറിയാം, ഞാൻ മാത്രം ആരും വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട്, കാരണം അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ അവിടെ നടന്നിട്ടില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഒറ്റ മാധ്യസ്ഥത്താൽ ഈശോ എനിക്ക് തന്ന വലിയ മഹാത്ഭുതമാണ്. എന്നിട്ട് ഞങ്ങൾ വഴിനീളം ഞാൻ പറഞ്ഞു ഞങ്ങൾ ബൈ റോഡിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാനും ഞങ്ങൾക്ക് സ്റ്റേയ്ക്കും ഹോസ്റ്റൽ കേക്കും എല്ലാം ഉള്ള പൈസയാണ് അമ്മ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ച് തന്നത്, $1350. അതുകൊണ്ട് ഞങ്ങളുടെ ചിലവുകളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾ പോകുന്ന വഴിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, GPS ഒക്കെ ഇട്ടാണ് പോകുന്നത്. പക്ഷേ ഓൺ ദ വേയിൽ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നത് പോലെ ഞങ്ങൾക്ക് കുടുംബത്തിന് മുഴുവനും, ഞങ്ങൾക്കും എനിക്കും മക്കൾക്കും എല്ലാം, ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെയെല്ലാം 2 പേര് കാണും ഞങ്ങളെ സഹായിക്കാനായിട്ട്. ഒരാവശ്യത്തിന് ഞങ്ങൾക്ക് ആരോടും അങ്ങോട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അവിടെ എല്ലാം അമ്മ ഓരോരുത്തരെയും, കാരണം ഞങ്ങൾ യു-ഹോളും കൊണ്ടാണ് പോയത്, അത് പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ സന്ദർഭത്തിൽ ഓരോരുത്തർ വന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ഞങ്ങളെ സഹായിക്കുന്ന അമ്മ ഞങ്ങളുടെ കൂടെ നടന്ന് ഹൂസ്റ്റണിൽ ഞങ്ങളെ എത്തിച്ച ഒരു പ്രതീതിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും. അത് ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങൾ ഹൂസ്റ്റണിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പം കാലിഫോർണിയ വെച്ച് തന്നെ ഞാൻ പല ഹോസ്പിറ്റലുകളും ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്ക് ഗ്യാപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാനഡയിൽ ഞാൻ RN-ആയിട്ടായിരുന്നില്ല വർക്ക് ചെയ്തത്. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് 1 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാതാവിനറിയാം എനിക്ക് തക്ക സമയത്ത് തരാമെന്ന്. എനിക്കൊരു അന്ധമായൊരു വിശ്വാസമായിരുന്നു എൻ്റെ അമ്മ എന്നെ വഴി നടത്തുമെന്ന്. കാരണം അതേ ഒരു ഫീലിങ്സാണ്. എല്ലാ ദിവസവും എൻ്റെ കുടുംബവും ഞാനും ഒന്നിച്ചിരുന്നാണ് ഉടമ്പടി പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെല്ലാറുള്ളത്. രാവിലെയും ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എല്ലാവരും എല്ലാ ദിവസവും മക്കളെ കൊണ്ടും ബൈബിൾ വായിപ്പിക്കും, ഞാനും വായിക്കുമായിരുന്നു. എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ യൂഷ്വലി കൊറോണ ടൈം ആയതുകൊണ്ട് വീഡിയോ ഇൻ്റർവ്യൂവിൽ കൂടെ ഒരു പാനൽ ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഒരാൾ മാത്രം, ഒരു സുഹൃത്തിൻ്റെ ഒരു മാനേജറായിരുന്നു, അവരെന്നെ വിളിച്ച് ജസ്റ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കവിടെ അവരുടെ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി.
അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ വന്നത്. അപ്പം പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ ക്യാറ്റക്കായിട്ട് ജോലി ചെയ്യണമെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ എല്ലായിടത്തുനിന്നും ഇതുപോലെ തന്നെ റിജക്ഷൻ ആയിരുന്നു, എങ്ങൊന്നും ആരും എടുക്കുന്നില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസമെങ്കിലും ക്യാത്ത് ലാബിൽ ക്യാറ്റക്കായിട്ടൊന്ന് ജോലി ചെയ്യാൻ അമ്മ അനുവദിക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ, ടെസ്റ്റിമണീസ് എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ആ കേട്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ കേട്ടു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ നവംബർ 15 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് ലാസ്റ്റ് ഒരു റിപ്ലൈ തരണം. ഞങ്ങൾ വേറെ ജോലി എടുക്കണോ എൻ്റെ ഹസ്ബൻഡ്, അതോ ഇതേ ജോലി കിട്ടുമോ എന്ന്. അത് ആക്ച്വലി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അതിനുള്ള മെറിറ്റ് ഇല്ല. കാരണം ഞങ്ങൾക്ക് ഗ്യാപ്പുണ്ട്, 5 വർഷത്തെ ഗ്യാപ്പാണ് എൻ്റെ ഹസ്ബൻഡിനുള്ളത്. ഒരിക്കലും അത് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നവംബർ 15 4 മണി വരെ ഒരു റിപ്ലൈയും എങ്ങൊന്നുമില്ല. അപ്പോൾ എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെസ്യൂമെ മേടിച്ചായിരുന്നു, അവരയച്ചു. ആ 5 മണി 4:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ തീരാറായി കേട്ടോ, ഇന്ന് നവംബർ 15 ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു കേട്ടോ, മറന്നുപോയോ എന്ന് ചോദിച്ചു. പക്ഷേ 5 മണിയായപ്പം ട്രെയിനിങ്ങോട് കൂടിയ ഓഫർ ലെറ്ററാണ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയത്. ഇന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ 1.5 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ക്യാത്ത് ലാബിൽ തന്നെ ക്യാത്തക്കായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ. പക്ഷേ ഇപ്പോഴും പറയാനുള്ളത്, ആ ഉടമ്പടി ലൈറ്റ് ക്യാൻഡിൽ ഓൺലൈൻ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അത് നിർത്തിയിട്ടില്ല. എപ്പോഴും ആ പ്രാർത്ഥന ഞാൻ രാവിലെയും കുഞ്ഞുങ്ങളോടും എൻ്റെ കുടുംബത്തോടൊപ്പം ആ പ്രാർത്ഥനയും ബൈബിൾ വായനയും തുടർന്നുകൊണ്ടിരുന്നു. എപ്പോഴും പുതുക്കും. തീർന്നു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ഡേ ഒരു 1-2 ദിവസം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 14 എനിക്ക് വലിയൊരു ആക്സിഡൻ്റായി. എൻ്റെ കാറ് ടോട്ടൽ ലോസായിപ്പോയി. എൻ്റെ കാറ് ജാമായിപ്പോയി. എനിക്ക് അതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അത്രമാത്രം എനിക്ക് വെളിയിൽ നിന്നവർക്കാർക്കും ഡോറ് തുറന്ന് എന്നെ വെളിയിൽ ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ സ്മോക്ക് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി, കാറ് പൊട്ടിത്തെറിക്കുമെന്ന്. മാതാവിനോട്, എൻ്റെ അമ്മയും മാതാവേ എന്നെ ഇതിനകത്തുനിന്ന് ഇറക്കി തരണം, നീ എന്നെ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അലറിക്കൊണ്ട് മാതാവേ കൃപാസനം മാതാവേ എന്ന് വിളിക്കും. ഒരറ്റം ഞാൻ ഇരുന്ന ആ ഡോറിൻ്റെ അറ്റം പതുക്കെ ഒന്ന് ഓപ്പണായി. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് ഒരു വിധത്തിൽ ഇറങ്ങി വെളി വന്നപ്പോൾ അവർ പെട്ടെന്ന് ആംബുലൻസ് എല്ലാം വന്ന് എന്നെ കൊണ്ടുപോയി. പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മയുടെ ശക്തമായ ആ പ്രൊട്ടക്ഷൻ്റെ ആ ഫലമായിട്ടാണ് ഒരു ഇൻറ്റേർണൽ ഇഞ്ചുറിയോ ഒരു ഫ്രാക്ചറോ ഒന്നുമില്ല. ചതവൊക്കെ ഉണ്ട്, ഇടിച്ചതിൻ്റെ എല്ലാ മുറിവും വേദനയൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ ഇന്നും ആ കൊളീഷൻ സെൻറ്ററിൽ അവർ അത്ഭുതത്തോടെയാണ് എന്നെ നോക്കുന്നത്. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റിയത് ജീവനോടെയെന്ന്. അവിടെ മാതാവിൻ്റെ മധ്യസ്ഥം വഴി മാത്രമാണ് എനിക്ക് ആക്സിഡൻറ്റിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടായത്. അതേസമയം എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ കൊന്ത അല്ലെങ്കിൽ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ എനിക്കറിയാം ജോലി മേഖലയിൽ എൻ്റെ അമ്മയെ വിളിച്ചു പഴിക്കുമ്പോൾ എല്ലാം സെറ്റിലായി തരുന്ന ഒരു ഫീലിങ്സാണ്. എത്ര തിരക്കോടുകൂടി ഞാൻ ജോലി ആരംഭിച്ചാലും അമ്മയും മാതാവേ എൻ്റെ കൂടെ വരണേ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ്. എല്ലാ ദിവസവും ഞാനിത് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ ഒരു വലിയ ഒരു കേസ്, കാരണം ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് അജിറ്റേറ്റഡായി പെട്ടെന്ന് വയലൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 8 പേര് കൂടിയാണ് ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി ബെഡിൽ കിടത്തിയത്. അത്രയ്ക്കും വയലൻ്റ് ആയിരുന്നു. ഞാനായിരുന്നു ആ പേഷ്യൻറ്റിൻ്റെ നേഴ്സ്. അപ്പോൾ അവരത് സ്യൂ ചെയ്തു, കേസാക്കി. അതിൻ്റെ റിലേറ്റീവ്സ് അവരെ പിടിച്ചത് ഹാർഷായിട്ടാണ്. പ്രായമുള്ള ആളെ ഞങ്ങൾ 8 പേര് കൂടി പിടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഫയൽ ചെയ്തു. പക്ഷേ മാതാവിൻ്റെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 8 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർ മേടിച്ചു. എന്നിട്ട് 8 പേരും ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ പേഷ്യൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. പക്ഷേ അവിടെ ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ പോലീസിൻ്റെ മുമ്പിലും കോർട്ടിൻ്റെ മുമ്പിലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ഞാനാണ് പോകേണ്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എപ്പോൾ വിളിപ്പിച്ചാലും വരണം, പോലീസിനോട് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം മുതലേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാൻ. പോലീസിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം, കോർട്ടിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മയല്ലേ എൻ്റെ പോക്കറ്റിലിരുന്നത്, എന്നിട്ട് എന്താ പോലീസിൻ്റെ മുമ്പിൽ എന്നെ നിർത്തരുത്, കോർട്ടിലും എനിക്ക് പോകാനിടയാകരുത്. അമ്മ ഇത് ഏറ്റെടുത്തോണം. ഈ കാശുരൂപവും ഈ കൊന്തയും കൊണ്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് അമ്മ ഈ കാര്യം ഏറ്റെടുക്കണം. അവരുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ അമ്മ എനിക്ക് ഇടവരുത്തരുത്.
പിന്നെ വിളിക്കുമ്പോഴെല്ലാം പോലീസ് ഒന്നെങ്കിൽ അവർ ആൻസർ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം ലാസ്റ്റ് മന്തിൽ ഞാൻ പോരുന്നതിന് മുമ്പും എൻ്റെ മാനേജറോട് ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. എല്ലാം അവരുടെ ഹോസ്പിറ്റൽ അറ്റോർണി ഏറ്റെടുത്തു. നീ എന്നും പോകണ്ട, ഇനി ആരുടെ മുമ്പിൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട, എല്ലാ കാര്യങ്ങളും സോൾവായി. ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. അവർ അത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് നീ പറയണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലെന്നാണ്. ഇപ്പം പറയുന്നത് ഒന്നും സംഭവിക്കത്തില്ല, നീ ഫ്രീ ആയി, നിങ്ങളെല്ലാവരും ഫ്രീ ആയി, ഇനി അവിടെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. സെയിം ടൈമിൽ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് എൻ്റെ കുഞ്ഞിന് 9, 10, 11, 12 അവൻ 4 സ്റ്റേറ്റിലാണ് പഠിച്ചത്. അപ്പോൾ ലാസ്റ്റ് ടെക്സസിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പല അഡ്മിഷന് ഒത്തിരി പ്രോബ്ലമായിട്ട് വന്നു, അവന് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയിട്ട് ഇവൻ്റെ കാര്യത്തിൽ എഞ്ചിനീയറിങ്ങിനാണ് അവൻ അപ്ലൈ ചെയ്തത്, എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഡേറ്റ് ലാസ്റ്റ് മെയ് 15 അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ എനിക്ക് സാധിച്ചു തരണം, എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യവും ഇതുവരെ നടത്തിയത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ അമ്മയ്ക്ക് അടിയറവ് വെക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കറിയാം അമ്മ തന്നെ എല്ലായിടത്തും കയറി ഇറങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ അവൻ കൊടുത്ത 16 രാവിലെ അവൻ പറഞ്ഞു ഇന്നലെ എനിക്ക് ഓഫർ ലെറ്റർ വന്നതാണ്. മെയ് 16 രാവിലെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്ത എല്ലായിടത്തുനിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു, എനിക്ക് എല്ലായിടത്തുനിന്നും അഡ്മിഷനായി, എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ ഫോർവേഡ് ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെ ഓരോ ദിവസവും എൻ്റെ കുടുംബത്തിനും എനിക്കും ഞങ്ങൾ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒരുമിച്ചിരുന്നാണ് ചെല്ലുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ടുള്ള വിശ്വാസമാണ്, അമ്മയിലുള്ള വിശ്വാസം. ഞങ്ങൾ വീട് മേടിച്ചപ്പോഴും അമ്മയോട് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വീട് ഞങ്ങൾക്ക് തരണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ വീട് പോയി കാണിച്ചപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു അമ്മേ ഉപ്പിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് ഈ വീട് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന്. അമ്മയുടെ ഇതിൽ ഞാൻ ഒരു ഉപ്പിട്ട് വീടിലല്ല എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പോയിട്ട് രണ്ടാമത് ആ വീട് ഞങ്ങൾക്ക് കിട്ടി. അതും ഞങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പൈസയ്ക്ക് നല്ല രീതിയിൽ എനിക്കറിയാം അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ തന്നത്. അത്രയും വലിയ ഉടനീളം 2021 ഇവിടെ അത് കഴിഞ്ഞ് ഇപ്രാവശ്യം എനിക്ക് നേർച്ചയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഇവിടെ വന്നു ശനിയാഴ്ച കഴിഞ്ഞ സാറ്റർഡേയിലാണ് ഞാൻ അടുത്ത ഉടമ്പടി എടുത്തത്. അന്നേരം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, കാരണം അന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് പോയത്. ഇത്രത്തോളം 2021 മെയ് 20 മുതൽ ഇന്നോളം വരെ എൻ്റെ ജീവിതത്തിൽ അമ്മ ഞങ്ങളുടെ കൂടെ നടന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും കോടാനുകോടി ആരാധനയും ഞാൻ സമർപ്പിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, രാജാവിൻ്റെ പ്രവൃത്തികൾ രഹസ്യമാക്കുന്നത് നല്ലതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയം. ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായി നാം പറയുക. ഇവിടെ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അൾത്താരയിൽ കയറി സാക്ഷ്യങ്ങളായി പറയുമ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ കാനഡയിൽ നിന്ന് US പോകുന്നു. അവിടെ ചെന്നതിന് ശേഷമുണ്ടായ തടസ്സങ്ങൾ, അതായത് 28 ലക്ഷത്തോളം $35 മൊത്തം കൊടുത്തെങ്കിൽ മാത്രമേ ഈ മകൾക്കും കുടുംബത്തിനും അവരുടെ വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെൻറ്റ് ഒഴിയുവാനും, അതുപോലെ തന്നെ ഈ മകള് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലിക്ക് കയറിയത്, അവിടെ നിന്ന് പോകുവാനുമൊക്കെ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് കേൾക്കുന്നത് ഇവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ $1300 ഇവരുടെ കയ്യിലേക്ക് ചെക്കായിട്ട് കൊടുക്കുന്നു എന്നാണ്. നീ കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തതിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ അവർ അത് സാലറിയും അതെല്ലാമായിട്ട് അവർ തന്നെ കൊടുത്ത് ഇവരെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത്, അതായത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, പിന്നീട് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥന മാത്രമായിട്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടിയിൽ കുടുംബം ഒന്നിച്ചു നിന്നാണ് പ്രാർത്ഥനയും വിശുദ്ധ കുർബാന, കുമ്പസാരം ഇതെല്ലാം അവരൊരുമിച്ച് എന്നുള്ള പോലെ അവരുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് നാം കേട്ടത്. പിന്നീട് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട്, ജോലിയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും ഹൂസ്റ്റണിൽ ഇവർ ചെല്ലുന്ന സ്ഥലത്ത് ഒരു ജോലി ഹസ്ബൻഡിനും ഗ്യാപ്പുണ്ട്, ഈ മകൾക്കുമുണ്ട്. അതുകൊണ്ട് ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെയും ജോലി വീണ്ടും ഇവർക്ക് ലഭിക്കുകയാണ്. ആ തടസ്സങ്ങളൊന്നും അമ്മയുടെ മാധ്യസ്ഥതയിൽ വരുമ്പോൾ ആ തടസ്സം
പ്രയാസങ്ങളൊക്കെ തടസ്സമില്ലാതെയാകുന്നു. ഇവർക്ക് ജോലി ലഭിക്കുന്നു, മകൻ്റെ അഡ്മിഷൻ, ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് ഈ മകൾ എങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിലൂടെ രക്ഷപ്പെടുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നാം പറയണം, പ്രസിദ്ധപ്പെടുത്തണം. അത് ദൈവത്തിൻ്റെ അവകാശമാണെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മോട് കൂടെ പറയാറുള്ളത്. അങ്ങനെ വന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.